ആക്ച്വലി തൻ്റെ അച്ഛന് സ്യൂട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് താൻ പൈസ സേവ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് കണ്ടപ്പോൾ എനിക്ക് ആകെ ആശ്ചര്യമായി പോയി. അതിൻ്റെ കൂടെ സന്തോഷമായി. വെരി സ്വീറ്റ് ഓഫ്. ഐ എം സോറി, അത് നിനക്ക് തണുക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? സോ എന്തിനാ നീ ചിരിക്കുന്നേ? ഒന്നുമില്ല, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ? അതിനിപ്പോ എന്താ, ചോദിച്ചോളൂ. അല്ല, എന്റെ കൂടെ ചെലവാക്കുന്നതിന്റെ പകുതി സമയം സാഹിത്യയുടെ കൂടെ ചെലവഴിക്കുന്നില്ല. പിന്നെ എങ്ങനെയാ അവളുടെ കൂടെ ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ പോകുന്നേ? വേദാന്ത്, ബോസ്, എന്താ മെസ്സേജിൽ ജോക്ക് വന്നോ? എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ? ഹായ്, തൊട്ടിലോ? യെസ്, കഴിഞ്ഞ പ്രാവശ്യം ഞാനിതൊന്ന് ഓർഡർ ചെയ്തായിരുന്നു. പക്ഷെ അത് പർച്ചേസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ എന്തൊക്കെ സംഭവിച്ചതെന്ന് എനിക്കറിയാലോ. ആ കാര്യങ്ങളൊന്നും ആലോചിക്കാൻ പോലും എനിക്ക് തീരെ ഇഷ്ടമല്ല. ഇനി ഒരിക്കലും എൻ്റെ അനിയത്തി ഒന്നിന്റെ പേരിലും സങ്കടപ്പെടരുത്. വിക്രാന്തിന്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു, പക്ഷെ ആദ്യയുടെ കാര്യത്തിൽ ഞാൻ ഒരിക്കലും അങ്ങനെയല്ല. അവള് വീണ്ടും പ്രഗ്നന്റ് ആയി എന്നറിഞ്ഞപ്പോ തൊട്ട് എനിക്കുണ്ടായ സന്തോഷം എത്രയെന്ന് നിനക്കറിയോ? നൗ ഫൈനലി ഞാനൊരു അങ്കിൾ ആവാൻ പോവാ. എൻ്റെ ആദ്യം ഒരു അമ്മയാവാനും പോവാ. കണ്ണിലെന്തോ പൊടി പോയി. പൊടി ഈ ഒരു കാര്യത്തില് നിങ്ങൾ അപ്ഡേറ്റ് ആയിട്ടേ ഇല്ല. നിങ്ങൾക്ക് അങ്ങനെ കള്ളം പറയാനൊന്നും അറിയില്ലെന്ന് ആദ്യ ചേച്ചിയും പിന്നെ വിക്കി ചേട്ടനും പറഞ്ഞിട്ടുണ്ട്. ആദ്യം മാത്രമേ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളൂ എന്നാ ഞാൻ വിചാരിച്ചേ. പക്ഷെ നീയും എന്നെ പറ്റി നന്നായി മനസ്സിലാക്കി. വേദാന്ത്, നിന്റെ ചിരി എത്ര നന്നായിട്ടുണ്ടെന്ന് ചോദിച്ചാ ഈ ലോകത്തിലെ മറ്റെന്തിനേക്കാളും നല്ലതാ അത്. നിന്റെ മുഖത്ത് ആ ചിരി കാണാൻ വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. ഈ തൊട്ടിലെ ഇൻബിൽറ്റ് മ്യൂസിക് കൂടെയുണ്ട്. ഷോ യു.
ഞാൻ വേണമെന്ന് കരുതി അങ്ങനെ ചെയ്തതല്ല. ദയവ് ചെയ്തെന്ന് മനസ്സിലാക്കൂ. രാവിലെ ഇവിടെ എന്തൊക്കെ നടന്നെന്നറിയോ? വിക്കി പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നെങ്കിലും ചേട്ടനോട് അത് പറയാൻ പറ്റിയില്ല. സത്യമായിട്ട് ഞാൻ വേണമെന്ന് കരുതി ചെയ്തതല്ല. വിക്കിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാ അത് എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല എന്ന് വിക്കിക്ക് അറിയാവുന്ന കാര്യമല്ലേ? ഈ ഒരു പ്രാവശ്യത്തേക്ക് എന്നോടൊന്ന് ക്ഷമിക്ക്. ഇനി ഒരിക്കലും എന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞല്ലേ എന്നെ എന്റെ പാട്ടിന് വിട്ടേക്കുന്ന. ഐ നീഡ് സം സ്പേസ്. അതെനിക്ക് മനസ്സിലായി. പക്ഷെ ഇന്നിവിടെ നടന്ന കാര്യം നോക്ക്, ഈ പറഞ്ഞ കാര്യം തന്നെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഈ വീട്ടില് ഇതുവരെ ആരും ഞാൻ പറഞ്ഞ കാര്യം ഇതുവരെയായിട്ട് കേൾക്കാതിരുന്നിട്ടില്ല. എന്നാ നീ ഇത്രയ്ക്ക് കെയർലെസ് ആയി ബിഹേവ് ചെയ്യുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. പ്ലീസ് വിക്കി, എന്നോടൊന്ന് ക്ഷമിക്ക്. ദയവ് ചെയ്ത് എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കല്ലേ. ഇതെനിക്ക് സഹിക്കാൻ പോലും പറ്റില്ല കേട്ടോ. ഞാൻ ഒന്ന് ഓക്കെ ആവട്ടെ. അതിനെനിക്ക് കുറച്ച് സമയം വേണം. പ്ലീസ് ലീവ് മീ അലോൺ. ആരതി, നീ വിഷമിക്കണ്ട. അവൻ ചില സമയത്തൊക്കെ അങ്ങനെയാ. ഏട്ടത്തി, ഞാൻ ഉത്തരവാദിത്തമില്ലാതെ മറന്ന് ചെയ്യാതിരുന്ന കാര്യമല്ല അത്. ഓർമ്മയുണ്ടായിട്ടും ആ സമയത്ത് എനിക്കിത് പറയാനായിട്ട് പറ്റിയില്ല. അത് എനിക്കും അറിയാലോ ആരതി. വിക്കി ചേട്ടന് അത്ര പെട്ടെന്ന് ദേഷ്യം വരില്ല. ദേഷ്യം വന്നാ പിന്നെ അത് മാറാൻ കുറച്ച് സമയമെടുക്കും. എന്ന് വെച്ചാ അവന് നിന്നോട് ദേഷ്യം ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഓഫീസിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടാവും. ആ ദേഷ്യം നിന്നോട് കാണിച്ചത്. ഇല്ല ഏട്ടത്തി, ഞാൻ തന്നെയാണ് തെറ്റിദ്ധരിക്കുന്നെന്നാ വിക്കി വിചാരിക്കുന്നത്. ആ ദേഷ്യം എന്നോട് പോയി കാണിക്കുന്നത്. ആരതി, അവൻ എപ്പോഴും ഇങ്ങനെ തന്നെയാ. ഒരു കാര്യത്തിൽ അവൻ അപ്സെറ്റ് ആയ വേറെ ആരോടെങ്കിലും അത് കാണിക്കും. അവൻ ചെറുപ്പം തൊട്ടേ അങ്ങനെ തന്നെയാ. പക്ഷെ അധിക ദിവസം അവന്റെ ദേഷ്യം നിൽക്കില്ല. കുറച്ച് സമയം കൊടുക്ക്, ശരിയായിക്കോളും. പിന്നെ അവൻ തന്നെ വന്ന് സംസാരിച്ചോളും. അപ്പൊ ഈ കാര്യത്തില് ഞാൻ തെറ്റിയിട്ടില്ല എന്ന് വിക്കിക്ക് മനസ്സിലാവുമല്ലോ അല്ലേ? ഉറപ്പായിട്ട് മനസ്സിലാകും. ഡോൺ വറി. സാർ, തൊട്ടിൽ ഡെലിവറി ചെയ്യാൻ വന്നതാണ് സാർ. ഈ വേദാന്ത് സാർ നിങ്ങളല്ലേ? യെസ്, ഞാൻ തന്നെ. വന്നോളൂ. ഇപ്പോഴല്ലേ നാളെ ഡെലിവറി ആവുന്ന മെസ്സേജ് വന്നത്? ശരിക്കും നാളെ ആയിരുന്നു ഡെലിവറി ചെയ്യാൻ വിചാരിച്ചിരുന്നു സാർ. പക്ഷേ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഇന്ന് തന്നെ ഡെലിവറി ചെയ്യാൻ പറഞ്ഞു സാർ. ഇതേ ഏരിയയിൽ വേറൊരു ഡെലിവറിയും കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് ഇന്ന് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. നിങ്ങൾ ഇതൊന്ന് എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കൂ. അത് കൊടുക്കാം സാർ. പക്ഷേ ഒരു പേയ്മെന്റ് പെൻഡിങ് ഉണ്ടല്ലോ. നോ, ഞാൻ എന്റെ PA-നോട് പേയ്മെന്റ് ചെയ്യാൻ പറഞ്ഞിരുന്നല്ലോ. ഇല്ല സാർ, പേയ്മെന്റ് ആയിട്ടില്ല. ഓക്കെ കുഴപ്പമില്ല, ഓൺലൈൻ പേയ്മെന്റ് ചെയ്താൽ മതി സാർ. ഓക്കെ, ഞാനിപ്പോൾ ചെയ്യാം. ഡിക്ലൈൻ എന്നാണല്ലോ കാണിക്കുന്നത്. അമൂല്യ, സുമേഷിനെ ഫോൺ ചെയ്തതിന്റെ ക്രെഡിറ്റ് കാർഡ് എവിടെയാന്ന് ചോദിക്കും. ശരി, ഇത് കുറച്ചൊന്ന് ഇങ്ങോട്ട് നീക്കിയിടാൻ പറ്റും? ബോസ്, സുമേഷിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാ പറയുന്നത്. എന്റെ എല്ലാ മോഡ് ഓഫ് പേയ്മെന്റ്സ് ബ്ലോക്ക് ആയിരിക്കുക. ഡെബിറ്റ് കാർഡ് പോലും വർക്ക് ആവുന്നില്ല. ബാങ്കിലേക്കൊന്ന് വിളിച്ചു ചോദിച്ചൂടായിരുന്നോ? ഞാൻ വിളിച്ച് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കാർഡ് നാളെ അൺബ്ലോക്ക് ആവുന്നാ പറഞ്ഞത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? അതാ എനിക്കും അറിയാത്തത്. ഇത് ഞാൻ ഓർഡർ ചെയ്തപ്പോ മുതൽ ഓരോ പ്രശ്നങ്ങൾ വന്നോണ്ടിരിക്കുക. ഇതിന് എത്ര രൂപയാകും വേദാന്ത്? 17,000 ഓൺലി മാഡം. ആണോ? എന്റെ അക്കൗണ്ടിൽ അത്രയും പൈസയൊന്നുമില്ല. എന്റെ അടുത്താണെങ്കിൽ ക്രെഡിറ്റ് കാർഡും ഇല്ല. ആദ്യനോട് സിദ്ധാർത്ഥിനോടും ചോദിക്കാന്ന് വെച്ചാ ഇത് അവർക്ക് വേണ്ടിയല്ലേ വാങ്ങിക്കുന്നത്. പിന്നെ അവര് ക്യാഷ് വാങ്ങിക്കില്ല. അച്ഛനാണെങ്കിൽ ഔട്ട് ഓഫ് കവറേജും. സർ,
ഇത് ഞങ്ങൾക്ക് എന്നാ നാളെ ഡെലിവറി ചെയ്യാൻ പറ്റുമോ? നമ്മുടേത് ഓൺലൈൻ ഡെലിവറി അല്ല മാഡം, ഷോറൂം പീസാണിത്. നമ്മുടെ പോളിസി പ്രകാരം ഇത് ഡെലിവറി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇത് ഓർഡർ ചെയ്ത് അടുത്ത ആൾ ആരാണോ അവർക്ക് കൊടുക്കും. ഇത് ഇമ്പോർട്ടഡ് ആയതുകൊണ്ട് ഇതുപോലൊരു പീസ് ഇനി വേണമെന്നുണ്ടെങ്കിൽ മിനിമം 3 അല്ലെങ്കിൽ 4 മാസം വരെ കാത്തിരിക്കേണ്ടി വരും. എനിക്കിത് വാങ്ങിച്ചേ പറ്റൂ അമൂല്യ. കഴിഞ്ഞ പ്രാവശ്യത്തെ കാര്യം നിനക്കറിയാലോ. എന്റെ ആദ്യക്ക് ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. ഇപ്പോഴും 100 പ്രശ്നങ്ങൾ വരിക. ഇതൊന്നും നല്ല ലക്ഷണമല്ല. എനിക്കിനിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? വിക്കിയോട് ചോദിക്കാന്ന് വെച്ചാൽ അവന്റെ എന്റെയും ജോയിന്റ് അക്കൗണ്ടാ. ഐ റിയലി ഡോണ്ട് നോ വാട്ട് ടു ഡു. ബോസ്, നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കണ്ട, സമാധാനായിട്ട് ഇതിവിടെ ഇരിക്കട്ടെ. നിങ്ങൾ എന്റെ കൂടെ ഒന്ന് വാ. എങ്ങോട്ടാ അമൂല്യ? ബോസ്, എന്താ കാര്യം എന്നൊക്കെ ഞാൻ പറയാം. നിങ്ങൾ ഇവിടെ ഇരിക്കെ, വരൂ. എന്താ അമ്മ ഇത്? നിക്ക്, ഞാൻ പറഞ്ഞല്ലേ വണ്ടി അവിടെ ഇട്ടിട്ട് വരണം, തള്ളിക്കൊണ്ട് ഇങ്ങോട്ട് വരലേന്ന്. ഇത്രയും പെട്ടെന്ന് ഇതെല്ലാം തീർന്നോ? അതെ മോനെ, ഇത്ര പെട്ടെന്ന് കാലിയാവുന്ന ഞാനും പ്രതീക്ഷിച്ചില്ല. ഉണ്ടാക്കിയ മസാല ഒന്നുപോലും ബാക്കിയില്ല. പിന്നെ കാലി വണ്ടി ആരെങ്കിലും കൊണ്ടുപോകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ തള്ളിക്കൊണ്ടു വന്നാ മോനെ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല അമ്മേ. അങ്ങനെയൊന്നും അല്ല മോനെ. നീ നിനക്കറിയുന്ന ഒരാളുടെ കയ്യിൽ നിന്നല്ലേ ഈ വണ്ടി മേടിച്ചോണ്ട് വന്നേ. അതിനെന്തെങ്കിലും പറ്റിയാ നിനക്ക് സങ്കടമാവെന്ന് കരുതിയേ ഞാൻ. നമ്മൾ എങ്ങനെയാണ് അതിനെ കൊണ്ടുവന്നത് അതുപോലെ തന്നെ അതിന് തിരിച്ചു കൊടുക്കണ്ടേ? അതല്ലേ അതിന്റെ ശരി. ഞാൻ ശൈല ചേച്ചിയോട് സംസാരിച്ചിട്ടുണ്ട്. അവിടെ വണ്ടി വെച്ചോളാൻ അവര് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതിനെ തള്ളിക്കൊണ്ടു പോകുമ്പോ രാത്രിയാവല്ലേ. അമ്മേ നിക്ക്, ഞാൻ തള്ളാം. ഇത്ര നേരം അവൾ എന്ത് ചെയ്യുക? എന്തായാലും പോയെന്ന് നോക്കാം. മാഡം, ഇതും കൂടി ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ബില്ലിനേക്കാളും 300 രൂപ കൂടുതലുണ്ട്. ആ 300 രൂപ നിങ്ങൾ തന്നെ വെച്ചോളൂ. താങ്ക് യു മാഡം. അമൂല്യ, നീ എന്താ ഈ കാണിക്കുന്നേ? ഡോൺ വെറി വേദാൻ, നമുക്ക് തൊട്ടിൽ വാങ്ങാനായിട്ട് പറ്റും. ഇങ്ങ് വാ. നീ എന്തിനാ പൈസ ഇപ്പൊ ചെലവാക്കിയേ? അതൊക്കെ നിന്റെ അച്ഛന് വേണ്ടി നീ സേവ് ചെയ്ത് വെച്ചായിരുന്നില്ലേ? അതെ ബോസ്, അതേ പൈസ തന്നെയാ. പക്ഷെ അച്ഛൻ റിട്ടയർഡ് ആവാനായിട്ട് ഇനിയും 2 മാസം ഉണ്ടല്ലോ. ആ സമയത്തിൽ സാലറി വരും, ആ സാലറിയും കൊണ്ട് വാങ്ങിക്കോളാം. എന്നാലും അതിപ്പോ യൂസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അമൂല്യ. ഈ സേവിങ്സ് എന്തിനാ നീ ഇപ്പൊ ചെലവാക്കിയേ? അതിന്റെ പിന്നിൽ നല്ലൊരു ഉദ്ദേശമല്ലേ? ഉറപ്പായിട്ടും അതെ. എന്നാ അതുപോലെ തന്നെ ഇപ്പൊ ഈ തൊട്ടിൽ വാങ്ങുന്നതിന്റെ പുറകിലും നിങ്ങൾക്ക് നല്ലൊരു ഉദ്ദേശമല്ലേ ഉള്ളത്? അതങ്ങനെയല്ല അമൂല്യ. നോക്ക് വേദാന്ത്, ഇന്ന് ഞാൻ ആ സൂട്ട് വാങ്ങിയില്ല എന്ന് വിചാരിച്ച നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ പിന്നെ ഒരു ദിവസം വേണമെങ്കിൽ അത് വാങ്ങാം. പക്ഷെ ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഇപ്പൊ ഈ തൊട്ടിൽ നമുക്ക് വാങ്ങാൻ പറ്റാതിരുന്ന അത് പിന്നെ നമുക്ക് ഒരുപാട് വിഷമാവില്ലേ? നോ, അതൊക്കെ എന്റെ അന്ധവിശ്വാസമായിരിക്കാം. പക്ഷെ അതിന് നീ നിന്റെ സേവിങ്സ് ചെലവാക്കേണ്ടിയിരുന്നില്ല. അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. ഇതിപ്പോ വാങ്ങുന്നത് കൊണ്ട് നമുക്കതിലൊരു നഷ്ടവും വരുന്നില്ലല്ലോ. നമ്മൾ ആദ്യം വിചാരിച്ചത് ചിലപ്പോ അന്ധവിശ്വാസമൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മളിപ്പോ ഈ തൊട്ടിൽ വാങ്ങുവാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് വേറെ ഒരു നെഗറ്റീവ് ചിന്തകളും വരില്ലല്ലോ. നീ ഒന്നിനെ കുറിച്ച് വിഷമിക്കണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ അനിയത്തിയോട് എത്രയ്ക്ക് സ്നേഹമുണ്ടോ എനിക്കും അതുപോലെ തന്നെയാ
ഏട്ടത്തിയോടുള്ള സ്നേഹം. ഇതിപ്പോ മേടിക്കുന്നതുകൊണ്ട് നിങ്ങളെ പോലെ തന്നെ എനിക്ക് സന്തോഷം. അപ്പൊ നീ അച്ഛന് വാങ്ങാൻ വേണ്ടി വെച്ചിരുന്ന ആ ഗിഫ്റ്റ് അതിനെയും ലേറ്റ് ആയി പോവില്ലേ? ഈ തൊട്ടില് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞേ? ഇപ്പൊ നീ ആ തൊട്ടില് വാങ്ങി കൊണ്ടുപോവാണെങ്കിൽ ചേച്ചിക്ക് അത് എത്ര സന്തോഷാവും. ഞാൻ അച്ഛന് സൂട്ട് വാങ്ങാൻ പോകുന്നതിനെ കുറിച്ച് അച്ഛന് ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ട് അവർക്കതിൽ ഒരു നിരാശ ഉണ്ടാവില്ല. അതുമാത്രല്ല, അച്ഛന് ഞാൻ എന്തായാലും സൂട്ട് വാങ്ങുകയും ചെയ്യും. പക്ഷെ ഏട്ടത്തിയമ്മയ്ക്ക് ഇതിനോട് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ആ കാര്യം സാധിച്ചു കൊടുത്താ ഏട്ടത്തിയമ്മയ്ക്കത് ഒരുപാട് ഒരുപാട് സന്തോഷാവും. അതുകൊണ്ട് ഇപ്പൊ ഇത് വാങ്ങുന്നത് ശരിയെന്ന് എനിക്ക് തോന്നി. വാ. അല്ല, ഇത്രയും വലിയൊരു തൊട്ടിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല. തൊട്ടിലിന് അത്ര വലിപ്പമൊന്നും ഉണ്ടാവില്ല. അതിന്റെ ആക്സസറീസ് ആണ് ഏറ്റവും കൂടുതൽ. കുറച്ച് സ്പെഷ്യൽ അല്ലേ ഇത്, അതുകൊണ്ടാ ഇങ്ങനെ. വാ. സർ, വൈകുന്നേരം ആകുമ്പോഴേക്കും ഇത് വീട്ടിലേക്ക് എത്തിച്ചേരാം. ഇതിപ്പോ ഞങ്ങൾ കൊണ്ടുപോകട്ടെ എന്നാല്. താങ്ക് യു. എന്നാലും ഇത്രയൊക്കെ സ്നേഹത്തിന് വേണ്ടിയാ വേദാന്ത്. അതിലൊന്നും അത്ഭുതപ്പെടണ്ട. നിങ്ങൾക്ക് അനിയത്തിയോടുള്ള സ്നേഹവും എനിക്ക് ഏട്ടത്തിയമ്മയോടുള്ള സ്നേഹവും. ഒരാൾക്ക് ഒരാളോടുള്ള സ്നേഹത്തിനൊന്നും വില ഈടാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ആ സ്നേഹത്തിന്റെ വില കളയാനും പറ്റില്ല. അഞ്ജു, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ എളുപ്പമായിരുന്നു ഏട്ടാ. അതുകൊണ്ടാ ഇത്ര സന്തോഷം. എല്ലാം ചേട്ടന്റെ സപ്പോർട്ടാ. എന്റെ സപ്പോർട്ടിനേക്കാളും നിന്റെ എഫേർട്ടാണ്. നമ്മൾ പരിശ്രമിച്ചാ എന്ത് നേടാൻ സാധിക്കും അഞ്ജു. ഒരു ഹൈഫൈ തന്നെ. അമ്മ അമ്മ എന്താ ക്ഷീണിച്ചിരിക്കുന്നേ? ആ മക്കളൊക്കെ എവിടെ? എവിടെ അമ്മ? എവിടെ? ഏയ് അമ്മോ, അമ്മോ. എന്തിനാ ഇങ്ങനെ കിടന്ന് പോകുന്നേ? അവളെന്താ ആടോ മാടോ കഴുതിയവല്ലാണോ? നിന്നോടല്ലേ ചോദിച്ചു ആരാ കഴുകാന്ന്? അച്ഛാ, എന്താ ചെയ്ത്? ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സാധനം. ഇഷ്ടമുള്ളതോ? എന്താ അത്? ഇപ്പൊ ഇത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനം. എന്താന്ന് പറഞ്ഞേ? എന്തോ ഒളിപ്പിച്ചിട്ടുണ്ടല്ലോ. കേക്കാണോ? അല്ലല്ലോ, പപ്സാണോ? കുറച്ച് വലുതായിട്ട് ആലോചിക്കും. അപ്പോ അത് വലിയ പപ്സായിരിക്കുവോ? അല്ല, ലഘുഭക്ഷണത്തിലെ വലുതായിട്ടുള്ള ഒന്ന്. പിടികിട്ടിയോ? അയ്യോ, അതെന്താന്ന് മനസ്സിലാവുന്നില്ല. അയ്യോ, പ്ലീസ് പറയച്ചാ.